ഭരണഘടനയേക്കാൾ വലിയൊരു പ്രാണപ്രതിഷ്ഠ ഇല്ല എന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. മണിപ്പൂരിലെ സ്ഥിതി ആശങ്ക സൃഷ്ടിക്കുന്നുവെന്നും മന്ത്രി. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പ്രാണനെയാണ് 1950 ജനുവരി 26-ന് ഇന്ത്യയിൽ പ്രതിഷ്ഠിച്ചതെന്നും അതിനേക്കാൾ വലിയൊരു പ്രതിഷ്ഠ ഇനി നടക്കാനില്ലെന്നും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ്. ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ള ഒന്നിനെയും നമുക്കാർക്കും എങ്ങും പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഭരണഘടന. ഭരണഘടനയുടെ ആമുഖം അതുതന്നെയാണ് വ്യക്തമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നമ്മൾ എന്ന വാക്കിലാണ് ഭരണഘടന തുടങ്ങുന്നത്. ഏവരെയും ചേർത്തും കോർത്തും നിർത്തുന്ന ആ വാക്കുതന്നെ നാടിനോടും ജനതയോടുമുള്ള എല്ലാത്തരം സ്നേഹവും പ്രകടിപ്പിക്കുന്നുണ്ട്. വ്യക്തിയുടെ അന്തസ്സിനെയും രാജ്യത്തിന്റെ ഐക്യത്തെയും ചേർത്തുകൊണ്ടുള്ള സാഹോദര്യമാണ് ഭരണഘടന ഉറപ്പു നൽകുന്നത്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ വാക്കുകൾ ചേർത്തുവെക്കാൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പങ്കാളികളായ ഭരണഘടനാ ശില്പികൾക്ക് കഴിഞ്ഞു. മണിപ്പൂർ ഏറ്റവും പ്രധാന പ്രശ്നമായി ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. 8 മാസത്തിലധികമായി അന്തസ്സോടെ ജീവിക്കാൻ കഴിയാത്ത ഒരു ജനതയുണ്ടെന്ന് പറയുന്നതും പൗരത്വം എന്നതുപോലും അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നുവെന്ന ഭയാശങ്ക നിലനിൽക്കുന്നതുമെല്ലാം ഒരു നാടിനെ സാഹോദര്യത്തിൽ നിന്നും ഐക്യത്തിൽ നിന്നും അകറ്റുന്നു. ഭരണഘടനയെ സംരക്ഷിക്കുകയെന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും ഉദാത്തമായ കടമയാണ്. ഭരണഘടനയെ കശാപ്പ് ചെയ്യാൻ ബോധപൂർവമായ നീക്കങ്ങളാണ് വർത്തമാനകാലം സാക്ഷ്യം വഹിക്കുന്നത്. ഭരണഘടനയെ എല്ലാ തടവറകളിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും, എല്ലാ ഭീഷണികളിൽ നിന്നും മോചിപ്പിച്ച് നിലനിർത്തുകയും അതിനെ ഉയർത്തിപ്പിടിച്ച് മുന്നേറുകയും ചെയ്യുകയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാന കടമയെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയെ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പതാക ഉയർത്തിയ ശേഷം മന്ത്രി പരേഡ് പരിശോധിച്ചു. മുതിർന്ന സ്വാതന്ത്ര്യ സമര സേനാനി കെ.എ. ബേക്കർ, ജനപ്രതിനിധികളായ എ.എം. ആരിഫ് എം.പി, പി ചിത്തരഞ്ജൻ എം.എൽ.എ, നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ, സബ് കളക്ടർ സമീർ കിഷൻ, മുൻ എം.എൽ.എ എ ഷുക്കൂർ തുടങ്ങിയവരും ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു. ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് ചോരയൊട്ടും ചൊരിയാതെയും ചോര ചൊരിഞ്ഞും നടത്തിയ ആ പോരാട്ടങ്ങൾക്കൊടുവിലാണ് രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ അരുണോദയത്തെ സ്വീകരിച്ചത്. 1950 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി. നമുക്ക് നമ്മളാൽ തന്നെ തീർക്കപ്പെട്ട ഒരു ഭരണഘടന ഉണ്ടായതും ആ ഭരണഘടന ഇന്ത്യയിൽ പ്രാവർത്തികമായി തുടങ്ങിയതും ജനുവരി മാസം 26-നാണ്. 1950 ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനമായി മാറി. ഇന്ന് 2024 ജനുവരി 26 എന്നുള്ളത് ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനമാണ്. ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ പാതയിലൂടെ ഉയർന്നെഴുന്നേറ്റ് നടന്നു തുടങ്ങിയ നമ്മൾ ഈ 7.5 പതിറ്റാണ്ടിൻ്റെ റിപ്പബ്ലിക് ആയതിനു ശേഷമുള്ള നാളുകൾ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ മുന്നേറ്റങ്ങളിൽ നമുക്ക് ഏറ്റവും കരുത്തായി നമ്മുടെ കൂടെ നിന്നത് നമ്മൾ തന്നെ പറയുന്ന ഏറ്റവും പ്രമുഖമായ നമ്മുടെ ഭരണഘടന തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ നീതിയെക്കുറിച്ചാണ് പറയുന്നത്. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി അപ്രത്യക്ഷമായ ഒരു നാട് റിപ്പബ്ലിക് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ലാതായിത്തീരും. സ്വാതന്ത്ര്യം എന്നത് കേവലമായൊരു വാക്കിൽ മാത്രം അടയാളപ്പെടുത്തേണ്ടതല്ല എന്ന ചിന്താഗതിയാണ് ആ ജനതയ്ക്കെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാൻ തയ്യാറായി പോരാട്ടത്തിൻ്റെ പാതയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഉൾപ്പുളകം സമ്മാനിക്കുന്ന ഒരുപാട് കഥകൾ നമ്മുടെയെല്ലാം മനസ്സുകളിലേക്ക് ആ ദിനങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. ഞാനതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ഒരുമ്പെടുകയല്ല. നമ്മുടെ ഭരണഘടന സവിശേഷതകളേറെയുള്ള ഒന്നാണ്. ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ പ്രാണൻ എന്ന് പറയുന്നത്. ആ പ്രാണനെയാണ് ഇന്ത്യ പ്രതിഷ്ഠിച്ചത്. ആ പ്രാണപ്രതിഷ്ഠയാണ് 1950 ജനുവരി മാസം 26 നടന്നത്. അതിനേക്കാൾ ഒരു വലിയ പ്രതിഷ്ഠ ഇനിയും ഈ ഇന്ത്യയിൽ ഒരിക്കലും നടക്കാൻ ഇല്ല. ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ള വേറെ ഒന്നിനെയും നമുക്ക് ആർക്കും എങ്ങും പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. കാരണം അത് നമ്മളെയെല്ലാം ഒന്നിപ്പിച്ച് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളത് തന്നെയാണ്. ഭരണഘടനയുടെ ആമുഖം അത് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മളെ എല്ലാവരെയും ചേർത്തും കോർത്തും നിർത്തുന്ന
ആ ഒന്നാമത്തെ വാക്ക് തന്നെ നമ്മളിൽ ഒരു നാടിനോടും ജനതയോടുമുള്ള എല്ലാത്തരം സ്നേഹത്തെയും പ്രകടിപ്പിക്കുന്നുണ്ട്. വി എന്ന നമ്മൾ എന്ന വാക്കിൽ നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത് വെറുതെയല്ല. അത് പറയുന്നു ഫ്രറ്റേണിറ്റി അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ഓഫ് ദ നേഷൻ എന്നും, വ്യക്തിയുടെ അന്തസ്സിനെയും രാജ്യത്തിൻ്റെ ഐക്യത്തെയും ചേർത്തുകൊണ്ടുള്ള ഒരു സാഹോദര്യത്തെയാണ് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നത്. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും ഇല്ലാണ്ടായാൽ എങ്ങനെയാണ് നമുക്ക് സാഹോദര്യത്തിലേക്ക് പോകാൻ കഴിയുക? സാഹോദര്യം കേവലമായൊരു വാക്ക് മാത്രമായി അടയാളപ്പെടുത്തേണ്ടുന്ന ഒന്നല്ല. ഓരോ വ്യക്തിക്കുമുള്ള ആ വ്യക്തിയുടെയും എല്ലാ അർത്ഥത്തിലും ആ വ്യക്തിക്കുള്ള അന്തസ്സാർന്ന ഇടത്തെ നമുക്ക് ഉറപ്പുകൊടുത്തേ മതിയാവുകയുള്ളൂ. ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ എന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ വെറുതെ ചേർത്ത് വെക്കുന്നതല്ല. രാജ്യത്തിൻ്റെ ഐക്യത്തോടൊപ്പം തന്നെ വ്യക്തിയുടെ അന്തസ്സിനെ ചേർത്ത് വെക്കാൻ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പങ്കാളികളായ ഇന്ത്യൻ ഭരണഘടനയെ തീർത്തെടുത്ത മുഴുവൻ ആളുകൾക്കും ആയി. അവർ തീർത്തെടുക്കുമ്പോൾ അംബേദ്കർ മുതൽ ദാക്ഷായണി വേലായുധൻ വരെയുള്ള ഒരുപാട് പേരുടെ പേരുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുന്നുണ്ട്.